ഹലോ, മലയാളം റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അനിയും നന്ദും സംസാരിക്കുന്നത് ദൂരെ നിന്നും അനാമിക കാണുന്നുണ്ട്. അനി പറയുകയാണ്, സ്നേഹിച്ച പെണ്ണിന് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ ഞാൻ തയ്യാറാണ്. നീ ഒന്ന് ഉള്ളിലുള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ആദർശേട്ടനോട് സംസാരിച്ചുകൊള്ളും. പക്ഷേ നന്ദു പറഞ്ഞു, അത് ശരിയാവില്ല. 2 ചേച്ചിമാരും അവിടെയാണ് വന്നത്. അതുകൊണ്ടെന്താ, തനിക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? അനി ചോദിക്കുകയാണ്. അങ്ങനെ നന്ദു ഉള്ളു തുറക്കാതെ ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. അനാമിക ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനാമിക നേരെ അനന്തപുരിയിലേക്ക് പോയി. അനന്തപുരിയിലെ ഗേറ്റ് തുറക്കുന്നത് കനക കാണുന്നുണ്ട്. ഇത് കണ്ട് ഓടിച്ചെന്ന് കാര്യം തിരക്കി. അപ്പോൾ അനാമിക പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താ മോളെ പ്രശ്നം? കനക ചോദിച്ചു. നിങ്ങളുടെ മോള് തന്നെയാ പ്രശ്നം. ഞാനും അനിയും റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനവിടെ നിന്നും പോയി. ഞാൻ സംശയം കൊണ്ട് നോക്കിയപ്പോൾ സംശയിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മോളെ കാണാനായിരുന്നു അവൻ പോയത്. അപ്പോൾ പിന്നെ ഈ കാര്യമൊക്കെ ഇവിടെ വന്ന് സംസാരിച്ച് ഒന്ന് ഒഴിവാക്കുക എന്ന് വിചാരിച്ച് വന്നതാ എന്ന് അനാമിക പറയും കനകയോട്. കനക ആകെ പേടിച്ചു വിറക്കും. അങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞതാ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി, ഞങ്ങൾ പറയാറുണ്ട് അവളോട് എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ ഇനി ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയാണ്. അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അങ്ങനെയാണ് അന്തസ്സുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് അനാമിക കുറേ ചൂടാവുന്നുണ്ട് കനകയോട്. അങ്ങനെ ഇതൊക്കെ നയന കാണുന്നുണ്ടായിരുന്നു. നയന മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സങ്കടത്തോടെ കനക കിച്ചണിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നയന അവിടേക്ക് വരികയും കാര്യം തിരക്കുകയും ചെയ്തു. എന്തിനാ അമ്മ അനാമിക വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് അനിയെ കൊണ്ട് പറയാനാണ്. അനിയുടെ മനസ്സിൽ വേറെ ഏതോ പെണ്ണുണ്ട്, അവളോട് താല്പര്യമില്ല എന്നൊക്കെ പറയാനാണ് അനാമിക വന്നത്. അത് ഇവിടെയുള്ള എല്ലാവർക്കും സങ്കടമാവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവളെ സമാധാനിപ്പിച്ച് വിട്ടതാ എന്നൊക്കെ പറയും. അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ പറഞ്ഞത് ശരിയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. രണ്ട് മരുമക്കളും ഇവിടെ ഇഷ്ടമില്ലാതെയാണ് നിൽക്കുന്നത്. ഇനി മൂന്നാമതൊരാൾ കൂടി ഇഷ്ടമില്ലാത്ത ആവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. ശേഷം കനക ഗോവിന്ദേട്ടനെ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അവളെ പൂട്ടിയിടേണ്ട അവസ്ഥയാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കനക. അങ്ങനെ നന്ദു അവിടേക്ക് അപ്പോൾ തന്നെ എത്തുകയും വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ അന്വേഷിക്കുകയാണ്, നീ എവിടെയാണ് പോയത്? അപ്പോൾ നന്ദു പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫ്രണ്ട്സിനെ കാണാൻ. ഏത് ഫ്രണ്ട്? അപ്പോൾ നന്ദു പേടിച്ചു കൊണ്ട് പറഞ്ഞു, അത് രാകേഷിനെ കാണാൻ പോയതാ. ഓ, അപ്പോൾ അനന്തപുരിയിലെ അനിയന് രാകേഷ് എന്ന കൂടിയുള്ള പേരുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോൾ നന്ദു ഞെട്ടിപ്പോയി. നിന്നോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അപ്പോൾ നന്ദു പറയുകയാണ്, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ റൂമിലേക്ക് അടച്ചിടുകയാണ് നന്ദുവിനെ. അങ്ങനെ വീട്ടിൽ നിന്ന് അനിയെ കനക ഉപദേശിക്കുന്നുണ്ട്. അനി വന്നപ്പോൾ കനക പറയുന്നുണ്ട്, മോനെ ഇതൊന്നും ശരിയാവില്ല, കല്യാണക്കുറി അടിച്ചു, കല്യാണം വിളിക്കാൻ തുടങ്ങി, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കനക കുറേ അനിയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുകയാണ്, ഓ അനാമിക ആൻറ്റിയെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കനക പറയുന്നുണ്ട്, വിളിക്കുകയല്ല, നേരിട്ട് ഇവിടെ വരികയാണ് ചെയ്തത്.
ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അയച്ചതാണ് എന്നൊക്കെ കനക വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യം പിടിക്കുകയും എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവളെ ഫോൺ ചെയ്യാൻ വേണ്ടി പോവുകയും കനക തടയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടെ നയന അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഇരുവരും സംസാരം നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട നയനക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് കാര്യം, എന്താണ് നിങ്ങൾ സംസാരം നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല മോളെ, ഞാൻ അനിയെ ഉപദേശിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കനക. അങ്ങനെ നയന എന്താണ് ഇതൊന്നും ശരിയല്ല എന്ന് നയന അനിയോട് പറയുകയും ഞാനല്ല ശരിയല്ലാത്തത്, എൻ്റെ മനസ്സാണ് ഇവിടെ ആരും കാണാത്തത് എന്ന് അനി നയനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. നയനക്ക് സങ്കടമാവുകയും നയന പിന്നെ കനകയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അമ്മയ്ക്കറിയാം, അമ്മ എന്താണ് വിളിക്കുന്നത് എന്ന് ഇടയ്ക്കിടെ നയന ചോദിക്കുന്നുണ്ട്. ഏതായാലും നയനയുടെ മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്. അവൾക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.